എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിത് കഴിഞ്ഞ വീഡിയോയിൽ പ്രോമിസ് ചെയ്ത പോലെ തന്നെ നമ്മുടെ മാന്തൾ മാങ്ങ ഇട്ട് വറ്റിച്ച റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മാന്തൾ പൊരിച്ച റെസിപ്പി കാണാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും അതൊന്ന് പോയി കാണാം. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവരും ഒന്ന് പോയിട്ട് കാണാം കേട്ടോ വീഡിയോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. എല്ലാവരും കാണാം, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടാവില്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് മാത്രം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാനിതാ 1/4 കിലോ മാന്തളാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതാ ഈ ഒരു ചട്ടിയിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഒരു മാങ്ങയുടെ പകുതിയാണ് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തിട്ടുള്ളത്. നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ടാണ് കേട്ടോ ഒരു മാങ്ങയുടെ പകുതി എടുത്തത്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളവും 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് നമുക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 3 ടീസ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ കറികളൊക്കെ വെക്കുമ്പോൾ എപ്പോഴും കല്ലുപ്പ് ഉപയോഗിക്കുക, കാരണം ടേസ്റ്റ് കൂട്ടാൻ ഇവനെ കഴിഞ്ഞിട്ട് വേറെ ആളുകൾ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മാങ്ങ വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് തേങ്ങ ചെറിയതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് തേങ്ങ മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ. മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ജീരകമാണ് കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം നല്ല ജീരകമാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഭയങ്കര ഫൈൻ പേസ്റ്റായിട്ടൊന്നും അരയ്ക്കേണ്ട കേട്ടോ. നമുക്ക് കുറച്ചിങ്ങനെ തരിതരിയായിട്ട് തന്നെ അരച്ചെടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് ഇതെവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, അത് ഈ ഒരു പരുവത്തിലും നമ്മൾ അരച്ചെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് ഫൈൻ പേസ്റ്റായിട്ട് അരയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാങ്ങ വെന്തോന്ന് നോക്കാം. അപ്പോൾ ഇത് നല്ലപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഒഴിച്ച വെള്ളം കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടല്ലോ, മാങ്ങ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത് എന്താ വെച്ചാൽ, നമുക്ക് അരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനവും മീൻ ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മാങ്ങ വേവിക്കാൻ ഇടുന്ന അതേ സമയത്ത് തന്നെ ഈ മീൻ നമുക്ക് വേവിച്ചെടുക്കാം. പക്ഷേ ഞാനിതിപ്പോൾ രണ്ടിനും നടുക്കാണ് ഇടുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് വെന്തുടയണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത്. ലാസ്റ്റ് ഇട്ടാലും അങ്ങനെ വെന്തുടയില്ല കേട്ടോ. അപ്പോൾ മീനൊക്കെ ഇട്ട് നമ്മളൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ അങ്ങോട്ട് ഒതുക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ച് അതൊന്ന് വെന്ത് വരുന്ന ആ ഒരു ചെറിയ സമയമില്ലേ, അതായത് ഒരു 2-3 മിനിറ്റ്, ആ സമയത്ത് നമുക്കിതാ കുറച്ച് ചെറിയുള്ളി ചതച്ചെടുക്കണം. വല്ലാണ്ട് ചതയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതിയാവും. അപ്പം ഞാൻ ഏകദേശം ഇവിടെ ഒരു 10 ചെറിയുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ എല്ലാ ഉള്ളിയും ഞാൻ ഇതിലേക്ക് ഇട്ട് ഒരുമിച്ച് അങ്ങ് ചതച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വളരെ ചെറിയ ഇൻഗ്രീഡിയൻസ് കുറച്ച് മാത്രമേ ഉള്ളൂ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, വെള്ളം, പിന്നെ ഈ ഒരു ചെറിയുള്ളി, പിന്നെ നമ്മുടെ തേങ്ങയുടെ അരപ്പും. അപ്പോൾ വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് നല്ലൊരു കിടിലൻ മീൻ കറി പെട്ടെന്ന് തന്നെ റെഡിയാവും. കണ്ടോ, നമ്മുടെ ഉള്ളി ചതച്ചെടുത്തു. ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സവാളയും യൂസ് ചെയ്യാം, പക്ഷേ ചെറിയുള്ളി ആയിരിക്കും ഏറ്റവും ടേസ്റ്റ്. ഞാനത് പ്രത്യേകം പറഞ്ഞു തരേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയല്ലേ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു റെസിപ്പി അത്രയ്ക്ക് കിടിലാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ പോകുന്നൊരു കോംബോ കറിയാണ്. അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിന് കറക്റ്റ് ഉണ്ട്. നമുക്ക് അരപ്പിട്ടതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ഒന്നുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ അരപ്പും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. വല്ലാണ്ട് അങ്ങോട്ട് കുത്തി ഇളക്കാൻ പാടില്ല കേട്ടോ, കാരണം നൈസായിട്ടുള്ള മീനല്ല, അപ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു പോകും. അതുകൊണ്ട് വല്ലാണ്ട് അങ്ങോട്ട് കുത്തി ഇളക്കണ്ട. ജസ്റ്റ് ഇതേപോലെ ഒന്ന് കയ്യിൽ കൊണ്ട് ആ അരപ്പ് എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് തിളയ്ക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതിലേക്ക് ജാറ് കഴുകിയിട്ട് ആ വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ഈ വെള്ളം കൂടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലേശം കൂടെ ഉപ്പിട്ട് കൊടുക്കാം. കാരണം അരപ്പിടുമ്പോൾ നമുക്ക് കുറച്ചൊരു ഉപ്പ് അങ്ങ് കുറയും. അപ്പോൾ നമുക്ക് ആ ഒരു ഉപ്പ് ബാലൻസ് ചെയ്യണ്ടേ, കറക്റ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടെ ഉപ്പങ്ങ് ഇട്ട് കൊടുക്കാം. കല്ലുപ്പ് തന്നെയാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ കല്ലുപ്പ് അളവ് കൃത്യമായിട്ട് പലർക്കും അറിയുന്നുണ്ടാവില്ല, കൂടിപ്പോവോ കുറഞ്ഞോ എന്നുള്ളൊരു പേടിയാണ്. അങ്ങനെയുള്ള ആൾക്കാർ പൊടിയുപ്പ് തന്നെ ചേർത്താൽ മതി. അപ്പോൾ ഞാനൊരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. വെറും 5 മിനിറ്റ് മാത്രമാണ് കേട്ടോ ഞാൻ അടച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് തുറന്ന് നോക്കുമ്പോൾ നല്ലപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട്.
ഞാൻ വീണ്ടും പറയുന്നു, വല്ലാണ്ട് അങ്ങോട്ട് കുത്തി ഇളക്കണ്ട. സോഫ്റ്റായിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ എല്ലാ സൈഡിൽ നിന്ന് അങ്ങോട്ട് ഇളക്കി കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒന്നും കൂടെ ഉപ്പ് നോക്കാം. കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു 2-3 തരിമണികൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, കല്ലുപ്പ്. അപ്പോൾ ഉപ്പൊക്കെ എനിക്ക് കറക്റ്റായിരുന്നു. അങ്ങനെ നമ്മളുടെ മാങ്ങയിട്ട് വറ്റിച്ച കറിയുടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല സൂപ്പർ കറിയാണ്. നമുക്ക് ദോശയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെ, അങ്ങനെ എന്തിൻ്റെ കൂടെ വേണേലും നമുക്ക് ട്രൈ ചെയ്യാവുന്ന നല്ല കിടിലനായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ, മറക്കാതിരിക്കാം. വീണ്ടും നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ, സ്റ്റിൽ ദെൻ ടേക്ക് കെയർ, ടാറ്റ, ബൈ ബൈ.